ഹായ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ രണ്ട് റെസിപ്പീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന സ്ട്രോബെറി ജാമും പിന്നെ ഒരു ലെമൺ ഡേറ്റ്സ് പിക്കിളിൻ്റെ റെസിപ്പിയും കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വിൻ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്ട്രോബെറിയൊക്കെ വേഗം എളുപ്പത്തിൽ കിട്ടുകയും ചെയ്യും. റേറ്റും അതുപോലെ തന്നെ കമ്പാരിറ്റീവ്ലി ഈ ഒരു സീസണിൽ കുറച്ച് കുറവാണ്. അപ്പോൾ നമുക്ക് ആ സ്ട്രോബെറി വെച്ചിട്ട് എളുപ്പത്തിലൊരു പ്രിസർവേറ്റീവ്സ് ഒന്നും ഇടാതെ ഒരു ജാമും പിന്നെ നമുക്ക് ഒരു ലെമൺ ഡേറ്റ്സ് വെച്ചിട്ട് പിക്കിളും ഉണ്ടാക്കിയെടുക്കാം. എൻ്റെ കയ്യിൽ കുറച്ച് ഇവിടുന്ന് ഫാമിൽ നിന്ന് കിട്ടിയിട്ടുള്ള കുറച്ച് ഡേറ്റ്സ് ഉണ്ടായിരുന്നു. ആ ഡേറ്റ്സ് കുറച്ചിങ്ങനെ എന്താ പറയുക, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സാണ്. അപ്പം ഞാനിവിടെ കഴിക്കാൻ എപ്പോഴും എനിക്കിഷ്ടം കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഡേറ്റ്സാണ്, കുറച്ച് ഹാർഡായിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഒരു അച്ചാർ ഉണ്ടാക്കിയെടുക്കാമെന്ന്. ഞാനിവിടെ ഒരു ഉരുളി എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് നല്ലെണ്ണ കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കുക. നല്ലെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ വെളിച്ചെണ്ണ എടുത്തോളൂ. അപ്പം ഞാൻ നല്ലെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. അതിലോട്ട് കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ നമ്മുടെ ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയിട്ട് ആ ഒരു ഇഞ്ചിയൊക്കെ ഒന്ന് ലൈറ്റ് ഒരു ബ്രൗൺ ഷെയ്ഡ് ആവാൻ തുടങ്ങുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇഞ്ചിയുടെയും ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുറച്ചിട്ടിട്ടുണ്ട്. ഇതിലും കുറച്ചുകൂടെ കൂടുതൽ വേണമെങ്കിൽ ഇടാം. അപ്പം ഞാനത് ക്ലീൻ ചെയ്തെടുക്കാനുള്ള മടിക്ക് ഇത്രേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ പച്ചമുളകും ചേർത്ത് കൊടുത്തു, പിന്നെ ഈ ഉണക്ക മുളകും കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക. കുറച്ച് കറി ലീവ്സ് കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനതിന് ശേഷം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. അതിന് ശേഷം ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ കുറച്ച് വെള്ളത്തിലൊന്ന് എന്താ പറയുക, അതൊന്ന് മിക്സ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതല്ലെങ്കിൽ അടിക്ക് പിടിച്ച് പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ചേർക്കുമ്പോൾ നമുക്ക് വേറെ ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല. അതുകൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം ഗ്യാസ് ഓൺ ചെയ്തു. പിന്നെ അതിന് ശേഷം ഞാനിതിലോട്ട് ഇട്ട് കൊടുത്തത് കായത്തിൻ്റെ പൊടിയും പിന്നെ ഉലുവ ഒന്ന് വറുത്ത് പൊടിച്ചതും കൂടെയാണ്. അതും കൂടെ ഇട്ട് ആ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്ന സമയത്ത് കുരു കളഞ്ഞിരിക്കുന്ന ഡേറ്റ്സ്, ഞാനൊരു 25 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം ഞാനിവിടെ ഒരു 1/4 കപ്പ് വിനെഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. എല്ലാം കൂടി മിക്സ് ചെയ്ത ശേഷം ഞാനിതിലോട്ട് ഒരു 1.5 കപ്പ് ചെറിയ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് ഇനി ഈ ഡേറ്റ്സൊക്കെ ഒന്ന് കുക്കായിട്ട് നന്നായിട്ട് നമുക്ക് ഡേറ്റ്സ് എന്താ പറയുക ഭയങ്കര സോഫ്റ്റായിട്ട് കിട്ടുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തു. നന്നായിട്ട് ഡേറ്റ്സൊക്കെ കുക്കായി ഈ ഒരു കൺസിസ്റ്റൻസി ആയപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ. തണുത്ത് വരുമ്പോൾ നമുക്ക് ഈ ഒരു നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന ആ ഒരു ലെമൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ലെമണിൻ്റെ കൂട്ടത്തിൽ ഞാൻ കല്ലുപ്പും കൂടി ഇട്ടിട്ടാണ് ഇത് ഒരു 1 വീക്ക് വെച്ചത്. അപ്പോൾ ഞാൻ എക്സ്ട്രാ വേറെ ഉപ്പൊന്നും ഇട്ടിട്ടില്ല. ഈ ലെമൺ ഇട്ട് നോക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിപ്പോൾ ഞാനൊരു ദിവസം ഈവനിങ് ഒക്കെ ആയപ്പോഴാണ് ഉണ്ടാക്കിയത്. നെക്സ്റ്റ് ഡേ ആണ് ഞാനിത് കുപ്പിയിലോട്ട് മാറ്റിയത്. ഇപ്പോൾ നമ്മുടെ ഡേറ്റ്സ് ലെമൺ പിക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എക്സ്ട്രാ മധുരം വല്ലതും വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതഞ്ഞ് നമുക്ക് അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് കുറച്ച് സ്ട്രോബെറി ജാമും കൂടെ തയ്യാറാക്കിയെടുക്കാം. വിൻ്റർ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പം എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും വീക്കെൻഡിൽ നല്ല ഓഫറിന് നമുക്ക് സ്ട്രോബെറി കിട്ടും. ഇപ്പോൾ നാട്ടിലും അത്യാവശ്യം നന്നായിട്ട് കിട്ടുന്നുണ്ടെന്ന് കേട്ടു. അപ്പോൾ ഞാനിവിടെ സ്ട്രോബെറി കിട്ടുന്ന സമയത്ത് ഇതുപോലെ എടുത്തിട്ട് ജാം ഉണ്ടാക്കി വയ്ക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വല്ല ബെറീസോ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാനെപ്പോഴും സ്ട്രോബെറി മാത്രമാണ് ചെയ്യാറ്. സ്ട്രോബെറി ഇതുപോലെ ഞാനത് ജ്യൂസ് മിക്സിയിലിട്ടിട്ടൊന്നും അടിച്ചെടുക്കാറൊന്നുമില്ല. ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യാറ്. കാരണം എനിക്ക് ജാം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്ന പോലെയുള്ള ആ ഒരു പരുവാണ് എനിക്കിഷ്ടം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജ്യൂസ് പോലെ അടിച്ചിട്ട് സ്ട്രോബെറി നന്നായിട്ട് അരച്ചെടുത്തിട്ടും ചെയ്യാവുന്നതാണ്. ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലോട്ട് ഞാൻ ഈ അരിഞ്ഞ് വെച്ച സ്ട്രോബെറി ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ എത്രയാണോ സ്ട്രോബെറി എടുക്കുന്നത് ആ സെയിം എമൗണ്ട് തന്നെ. ഇപ്പോൾ നമ്മൾ 1 കപ്പ് സ്ട്രോബെറി എടുക്കുകയാണെങ്കിൽ ഒരു 3/4 കപ്പ് അല്ലെങ്കിൽ 1 കപ്പ് തന്നെ നമുക്ക് ഷുഗർ എടുക്കാം. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് ഗ്യാസ് ഓൺ ചെയ്തിട്ട് നമുക്കൊന്ന് തിളച്ച് വരുന്ന സമയത്ത് സൈഡിൽ ഇങ്ങനെ പതഞ്ഞ് വരും. ആ പതം എടുത്തിട്ടൊന്ന് മാറ്റണം. അത് മാറ്റണം നിർബന്ധമൊന്നുമില്ല. ഞാൻ പക്ഷേ എല്ലാ തവണയും ചെയ്യാറുണ്ട്. അപ്പോൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ്. അത് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് എന്താ പറയുക മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് സ്ട്രോബെറിയൊക്കെ കുക്കായി വരുന്ന സമയത്ത് നമുക്ക് ഒരു ലെമണിൻ്റെ ജ്യൂസ്, അതാണ് ഞാൻ നേരത്തെ ചെയ്തത്, അത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ആ ഒരു ഫ്ലേവറിനൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്.
എന്നിട്ട് നന്നായിട്ട് അത്യാവശ്യം ഒന്ന് കുറുകി വരുന്ന സമയത്ത് നന്നായിട്ട് കുറുകണ്ട, ഒരു ചെറുതായിട്ടൊന്ന് പാനൊക്കെ ഒന്ന് സൈഡൊക്കെ ഒന്ന് വിട്ട് വരുന്ന പരമാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. പിന്നെ അത് തണുത്ത് വരുമ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് ആയിക്കോളും. ഇനി നെക്സ്റ്റ് നമുക്ക് കുറച്ച് കുക്കീസ് ഉണ്ടാക്കണം. വീക്കെൻഡിലൊക്കെ കുട്ടികൾക്ക് കഴിക്കാനും ഒക്കെ വേണ്ടിയിട്ട്. കുക്കീസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റെസിപ്പി ഫുൾ ഇട്ടിട്ടില്ല, ജസ്റ്റ് കുറച്ച് ക്ലിപ്സ് ഇങ്ങനെ ആഡ് ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ അച്ചാറും ജാമും കുക്കീസും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതൊരു 2 ദിവസം കൊണ്ടാണ് ഞാനിതെല്ലാം ചെയ്തത്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ബോട്ടിലോട്ട് എടുത്ത് അതൊന്ന് സ്റ്റോർ ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ എല്ലാത്തിൻ്റെ ബോട്ടിലും ഞാൻ കഴുകി വെയിലത്ത് വെച്ച് നന്നായിട്ട് ഡ്രൈ ചെയ്തിട്ടുള്ള ബോട്ടിൽസാണ്. അപ്പം നമുക്ക് ആദ്യം തന്നെ അച്ചാറൊന്ന് ഫിൽ ചെയ്തിട്ടെടുക്കാം. അപ്പം ഈ ഒരു അത്യാവശ്യം വലുപ്പമുള്ള ബോട്ടിലിൽ ഫുള്ളായിരുന്നു അച്ചാർ. കറക്റ്റ് ആ ഒരു ഇതിനെനിക്ക് കിട്ടി. അച്ചാർ കുറേ കാലം സ്റ്റോർ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മുകളിൽ കുറച്ചുകൂടെ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കാമെന്ന് ഉമ്മൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാനിതുവരെ ചെയ്തിട്ടില്ല. ഇത് ഈ ഫ്രിഡ്ജിലിരിക്കുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല. ഞാനൊരു 1 മന്ത് 2 മന്ത് വരെയൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇനി നമുക്ക് കുക്കീസും എന്താ പറയുക നമ്മുടെ ജാമും കൂടെ ഒന്ന് ബോട്ടിൽ ഫിൽ ചെയ്യണം. അപ്പോൾ അതിന് മുൻപേ തന്നെ ഞാൻ ഈ ഒരു ലേബിൾസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ നാട്ടിൽ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. വേണമെങ്കിൽ ലിങ്ക് ഞാൻ തപ്പിയെടുത്തിട്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം, ഞാൻ ലിങ്ക് തരാം. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഇതുപോലൊരു പെൻസിലും ഉണ്ട്. അപ്പോൾ പെൻസിൽ വെച്ചിട്ട് നമുക്കിങ്ങനെ റൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് വാഷൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതങ്ങനെ പോകുന്നൊന്നുമില്ല, നന്നായിട്ട് ആ ഒരു വൈറ്റിലാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് കളറൊന്നും അങ്ങനെ ഫെയ്ഡ് ആവുന്നില്ല. നല്ല ലേബിൾസ് ആയിരുന്നു, നന്നായിട്ട് സ്റ്റിക്ക് ചെയ്തിട്ട് നിൽക്കുന്നുമുണ്ട്. അപ്പോൾ ഇതാ നമുക്കിനി നെക്സ്റ്റ് കുക്കി ഒന്ന് ബോട്ടിലിൽ ഫിൽ ചെയ്തിട്ട് വയ്ക്കാം. കുക്കി ഫിൽ ചെയ്തിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, എളുപ്പം തന്നെ തീരും. എന്നിരുന്നാലും ഞാൻ വിചാരിച്ചു കുറച്ച് എയർടൈറ്റായിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ വെക്കാമെന്ന്. കുക്കി ഞാൻ അത്യാവശ്യം കുറച്ച് വലിയ സൈസിൽ, ഭയങ്കര വലുതല്ല, എന്നാലും നമ്മുടെ നോർമൽ ചോക്ലേറ്റ് ചിപ്പ് കുക്കിയുടെ പോലെ തന്നെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വായവട്ടമുള്ള ഒരു വലിയ ഭരണി പോലെയുള്ള പാത്രമാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ബോട്ടിൽ. പജാറ് അത്യാവശ്യം നല്ല കേട്ടായിട്ടാണ്. നമ്മളത് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ജാം ഇതുപോലെ ഞാൻ ഈ ഒരു ഗ്ലാസിൻ്റെ കണ്ടെയ്നറിലാണ് ആക്കുന്നത്. അതുകൂടെ നമുക്ക് പതുക്കെ ഒന്ന് ഫില്ല് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് അച്ചാറൊക്കെ വേണമെങ്കിൽ പുറത്ത് വയ്ക്കാമെന്ന് തോന്നുന്നു. ജാമിന് എനിക്കൊരു ഇതാണ് നീങ്ങാനും കേട് വരുമെന്ന്. അപ്പം ഞാൻ ജാമും അച്ചാറൊക്കെ എപ്പോഴും ഫ്രിഡ്ജിൽ തന്നെയാണ് വെക്കാറ്. അപ്പോൾ ഇനി നമുക്കതൊന്ന് നമ്മൾ നേരത്തെ എഴുതി വെച്ചിരിക്കുന്ന ലേബിളൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ നാട്ടിൽ നിന്ന് ലേബിൾ വാങ്ങിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാ കിച്ചണിലെ എല്ലാ മസാല ബോട്ടിൽസിനും എല്ലാത്തിനും ലേബിൾ ചെയ്യണമെന്ന്. പിന്നെ ഇങ്ങനെ മടിയായി, കുറേ കാലം ഇത് എടുത്ത് യൂസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇത് യൂസ് ചെയ്തപ്പോഴും നല്ല പ്രൊഡക്റ്റാണ്. ഞാൻ പറഞ്ഞില്ല, നന്നായിട്ട് ഞാൻ അതിന് ശേഷം അച്ചാറൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ അച്ചാറിൻ്റെ ബോട്ടിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്തൊന്നും ആ ഒരു സ്റ്റിക്ക് ചെയ്ത ഇത് സ്റ്റിക്കർ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു, അങ്ങനെ വിട്ടു വരുന്നൊന്നുമില്ല. നല്ല നല്ല സ്റ്റിക്കേഴ്സാണ്. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിലൂടെ എപ്പോഴും പറയുന്നത് പോലെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ.